ആ അല്ല ഓൾറെഡി റെഡി ആയല്ല. എന്താ സിറ്റുവേഷൻ പറയണോ ബ്രോ? അടിയായ പിന്നെ സിറ്റുവേഷൻ പറയണോ? ഒന്നെന്ന് അറിയാനാണ് ചോദിച്ചത്. അല്ല ബ്രോ രണ്ട് കൈ കൂടി കൂട്ടിവിട്ടപ്പോൾ അടിയാവും. ഞാൻ എന്നെ ഹോസ്റ്റേജ് ആക്കിയായിരുന്നു. ആ സമയത്ത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആളെന്നെ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ആളോട് അതൊക്കെ കറക്റ്റാണ്. സിറ്റുവേഷൻ എന്നോട് ഞാൻ കാര്യം പറയട്ടെ, പറഞ്ഞു. സിറ്റുവേഷൻ അറിയാല്ല, സിറ്റുവേഷൻ അറിഞ്ഞോണ്ടല്ലേ വിളിച്ചത്. അടിയായി കഴിഞ്ഞാൽ പിന്നെ വിസ്തരിച്ചു തരണ ബുദ്ധി പോയോ അല്ല ബ്രോ, ഞാൻ മാനായിട്ട് പറഞ്ഞല്ലോ. ഹോസ്റ്റേജ് ആയിരുന്ന സമയത്ത് എന്നോട് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ സിറ്റുവേഷൻ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു ബ്രോ. ഞാൻ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ പോയപ്പോഴത്തേക്ക് രണ്ട് മണ്ടന്മാരിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ബ്രോ ഗ്യാങ് ഏതാണെന്ന് ചോദിച്ചു. ബ്രോ പറയല്ലടാ. ഓ സംസാരിക്ക പറയട്ടെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ അറിയണ്ടേ? ബ്രോ ഞാൻ കാര്യം ആദ്യമേ പറയാം. മര്യാദക്ക് സംസാരിക്കാനാണ് വന്നത്. മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ടും മര്യാദക്കല്ല പോകും. എടാ മര്യാദക്കല്ല പറയണേ. എന്നോട് പറഞ്ഞത് സിറ്റുവേഷൻ എന്നോട് പറയണ്ട, ഓൾറെഡി പറഞ്ഞതാണെന്ന്. ഞാൻ മര്യാദയോടെ ചോദിച്ചപ്പോ മണ്ടന്മാരാണ് തുടങ്ങി നിങ്ങളാണ്. ഓ നിങ്ങൾക്ക് ഇവർക്ക് സിറ്റുവേഷൻ അറിയാലോ. അപ്പഴത്തേക്ക് ഞാൻ ചോദിച്ചു ബ്രോ ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചു. ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ എന്നെ ഇടിച്ചിട്ട് സോറി പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള മറ്റേ മണ്ടൻ, ആദ്യത്തെ മണ്ടൻ, ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന മണ്ടൻ പറഞ്ഞ് എന്തുവരെന്ന് പറഞ്ഞത് അവൻ പറഞ്ഞ അവന് രണ്ടെണ്ണം കിട്ടണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നിങ്ങളെ ഇടിച്ചു. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ട്രിഗറായിട്ട് നിങ്ങളെ ഇടിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. എന്നിട്ട് അതവിടെ കഴിഞ്ഞു. അപ്പൊ അവിടെ തന്നെ സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയല്ലോ ഓൾറെഡി. ഞാൻ ഗ്യാങ് ഡ്രസ് ആയിരുന്നു. നമ്മൾ ഗ്യാങ് ഡ്രസ് ആയിരുന്നു. അല്ല നിങ്ങൾ കെ കെ ബി എന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ് ഗ്യാങ് ഡ്രസ് എന്ന് പറയുന്നത്? സിറ്റുവേഷൻ ഓർമ്മയില്ല. അല്ല ചോദിച്ചവൻ പറഞ്ഞു. ഇവൻ എന്താ പറയുന്നത്? അവൻ മോങ്ങുന്നത്. ഒരു അടിയായ സിറ്റുവേഷൻ നിനക്കൊക്കെ പിന്നെ എന്തിനാണ് സംസാരിക്കാനുള്ളത്? പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാര് നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാര് നീ എന്താ മന്ത്രാണ്? ഇവന്മാരൊക്കെ തീട്ടങ്ങളെ പോണ സഞ്ചരിക്കുന്ന കണ്ടികളെ തീട്ടങ്ങളെ. ഓ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ വൾഗറായിട്ട് ടോക്ക് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. സിറ്റുവേഷൻ നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഏതെങ്കിലും മനസ്സിലാവുന്ന ആരുണ്ടോ ഇവിടെ? പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അത് പറഞ്ഞ അങ്ങനെയില്ല. ഉണ്ടാ എടാ മാസ്ക് മാറ്റി, നിന്റെ സംസാരം കേൾക്കുന്നില്ല. മറ്റേ അയൽക്കൂട്ടം നമ്മളെ കുറെ പോയി സംസാരിക്കാം. ഫ്രണ്ടിൽ സംസാരിക്കണം. സാങ്ങ കണ്ണാ ഞാൻ സംസാരിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയാം. പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഡൗൺ ആയി സിറ്റുവേഷന്റെ പേരിൽ. അതിനെ പറ്റി സംസാരിക്കാനാണ് വന്നേ. മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഒറ്റ കാര്യം പറഞ്ഞിട്ടെ. മീറ്റിംഗിന് വന്ന വാറ് മാത്രല്ല, അതായത് സിറ്റുവേഷൻ എന്താ പ്രോപ്പറായിട്ട് സംസാരിച്ച് തീർക്കാനല്ല, സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. ഇവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സിറ്റുവേഷൻ ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഞങ്ങളാണ് ഡൗൺ ആയത്, നിങ്ങളൊന്ന് സിറ്റുവേഷൻ ചോദിച്ചാൽ അതാണ് ചോദിച്ചത്. ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതൊന്നല്ല. ഒരു കാര്യമില്ലാതെ വെറുതെ വന്നിട്ട് ആ കാര്യം പറയണ്ട എന്നുള്ള കാര്യം അതാ പറഞ്ഞത്. അവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാതെ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞ് വളരെയായിട്ട് മോശമായിട്ട് സംസാരിച്ചു. ഈ കണ്ണാപ്പി ഇല്ലേ, കണ്ണാപ്പി ഡ്രസ് ഷോപ്പ് സിറ്റുവേഷൻ നിന്റെ അടുത്ത് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഇവൻ ഇവിടെ മുതുക്കി വന്നിട്ട് നമ്മളെ ഗ്യാങ് പേര് വെച്ച് മെൻഷൻ ആക്കി. അതാണ് സിറ്റുവേഷൻ മെയിൻ ആയത്. അത് ഇവന്റെ കേൾക്കാൻ വേണ്ടി ചോദിച്ചോണ്ടിരിക്കുന്നു. ഇവന് ഒരു പറഞ്ഞു വരുമല്ലേ. ഓ പിന്നെ ഓൾറെഡി നിങ്ങളെ ഗ്യാങ് ആന്ന് പറഞ്ഞേ. അല്ല ഓൾറെഡി നിങ്ങളായിട്ട് വള്ളിയായി. പിന്നെ നിന്റെ ഒക്കെ ഗ്യാങ് തീട്ട ഗ്യാങ് മെൻഷൻ ചെയ്ത് എന്താണ് പ്രശ്നം? അങ്ങനെ സിറ്റുവേഷൻ ആയി. ഇതിപ്പോ നമ്മുടെ ഫ്രീ വാറിൽ നമ്മുടെ കുറെ പേര് ഡൗൺ ആയി. നമ്മുടെ രണ്ടുപേര് ബാക്കി ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ വാർ വിളിക്കുക. എത്ര മണിക്ക് നിങ്ങൾ സമയം? സമയം 15 മിനിറ്റ്.
15 കുറച്ച് ഡിലേ വേണ്ടി വരും. കാരണം നിങ്ങൾ ഇത്രയും ഡിലേ ആക്കിയോണ്ട് ഞങ്ങളെ പ്ലേയേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. കയറണം എല്ലാവരും. 15 മിനിറ്റ് അല്ലേ 11:30 വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നീ ഇറങ്ങി പോയിക്കോ, അടിച്ചിട്ട് വേണമെങ്കിൽ പോകും. ഇത്രേ ഉള്ളൂ, 11:30 പറ്റത്തുള്ളൂ. ഇതെന്താ ബ്രോ വലിയ കൊണയല്ലേ? ഇതെന്താ ബ്രോ കൊണയല്ലേ? വാസാണത്. കൊണയല്ലേ? ഓ നേരത്തെ പറഞ്ഞതിന് തിരിച്ചു പറഞ്ഞാണോ അത്? അയ്യോ സൂപ്പർ ആയിരുന്നു റിവഞ്ച്. LKG പിള്ളേരോടാ അവന്മാര്. കൺട്രോൾ ചെയ്യാൻ ആരുമില്ലടേ. എടാ നിന്നോടാ 11:30. എടാ ഞാൻ കാര്യം പറയട്ടെ. എടാ നിക്കറാ എന്താടാ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. എന്താ അതാ പ്രശ്നം. അപ്പുറത്ത് കൺട്രോൾ ചെയ്യാൻ എടാ നിങ്ങൾ ഓസ്ട്രേലിയ അടുത്ത് നിങ്ങൾ 15 മിനിറ്റ് മീറ്റിംഗ് വിളിച്ചില്ല. നിങ്ങൾ വിളിച്ച് നല്ല ഡിലേ അടിച്ചിട്ടാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ബ്രോ ഹോസ്റ്റേജ് വരാൻ നല്ല ടൈം എടുത്തായിരുന്നു. ബ്രോ ഓസ്ട്രേലിയ നമ്മൾ കറക്റ്റ് ടൈമിൽ വിട്ടു. ഓസ്ട്രേലിയയുടെ ലിമിറ്റ് അത് കഴിഞ്ഞ് നിങ്ങൾ മീറ്റിംഗ് വിളിക്കാൻ നിങ്ങൾക്കുള്ള ടൈം 15 മിനിറ്റ് വിളിച്ചില്ല. ബ്രോ 15 മിനിറ്റ് നിങ്ങൾ വിളിച്ചില്ല ബ്രോ. ഇല്ല ഹോസ്റ്റേജ് നടന്നാ ബ്രോ വന്നത്. നമ്മള് റേഡിയോ ബ്രോ ഞങ്ങൾ പറഞ്ഞല്ലോ 11:30 മിനിറ്റ് വാറ് വിളിക്കും ബ്രോ. 15 ബ്രോ അത് പറ്റത്തില്ല. മിനിറ്റിൽ വാറ് നിങ്ങൾ ഇത്രയും ഡിലേ ആക്കിയതല്ല. അങ്ങനെ മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ബ്രോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഡിലേ ആക്കണതിന് പകരം ഡിലേ ആക്കണ പരിപാടിയൊക്കെ എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ വന്ന് കാര്യം പറഞ്ഞാണ്. അലേബിൾ എത്രയാണോ വാറ് വിളിച്ചത് നിങ്ങൾ റെഡിയാണോ വേണ്ട ഞങ്ങളുടെ ഇഷ്ടം. ഞങ്ങളുടെ പ്രശ്നമല്ല. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ പ്രശ്നമല്ല. ഇവന്മാര് ഗ്യാങ്ങാണോ? ബ്രോ ഞങ്ങൾ നിങ്ങളെ പ്ലേസ് പോണ ഞങ്ങളുടെ പ്രശ്നമാണോ ബ്രോ? അത് ഞങ്ങളുടെ ഇവന്മാരൊരു ഗ്യാങ് ആണോ ചന്ദ്രു? 15 മിനിറ്റാടാ 15 മിനിറ്റ് കേക്കാം ഇപ്പൊ കേക്കാം ഇത്ര നേരം കേൾക്കത്തില്ല. ഇപ്പൊ കേക്കാം. ഞങ്ങളുടെ പ്ലേസ് കയറിയിട്ടൊന്നല്ല ഞങ്ങൾ മീറ്റിംഗ് വിളിക്കാൻ. ഞങ്ങളുടെ പ്ലേസ് ഓൾറെഡി ഉണ്ട് ബ്രോ. അതൊക്കെ ബ്രോക്ക് അറിയാം. ഞങ്ങളുടെ പ്ലേസ് കയറിയിട്ടാണ് മീറ്റിംഗ് വിളിക്കാൻ നിന്നത്. പിന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഹലോ എന്താ കേക്കുന്നില്ലേ? ഹലോ ഇല്ലടാ എനിക്ക് പിയലടാ. അല്ലല്ല ഇപ്പൊ കേക്കാം ശബ്ദം കേക്കാം. സംസാരിക്കേ ഇല്ല അവിടെ നിങ്ങൾ പറഞ്ഞ വിട്ടിട്ടാ പോന്നെ. അല്ലല്ല ചന്ദ്ര പറഞ്ഞ നോക്കേ. ബാറ്ററി ഇല്ല. നിന്നെ കൊണ്ടുവന്നപ്പോ ഇവിടുന്ന് നീ കുറച്ചതിനാണ് ഞാൻ ഇവിടുന്ന് നീ കുറച്ചതിനാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാ ഞങ്ങൾ കാര്യമാണ് സംസാരിക്കുന്നത്. നിന്നെ ഞങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിനക്ക് 15 മില്ലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ അത് വിളിച്ചില്ല. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചു? ഫ്രാഗിന്റെ 1000 അയക്കോ, ഫ്രാഗിന്റെ 2000 അയക്കോ. നിന്റെ പിന്നെ -1000 പോടാ ബുദ്ധിയില്ലാത്തന്നെ പോടാ. ചന്തി ബ്രെയിൻ വെച്ച് നടക്കുന്നതല്ലാടാ. ചന്തി ഇത്ര ബ്രെയിൻ വെച്ച് നടക്കുന്നൻ. വാടകയ്ക്ക് ബ്രെയിൻ മേടിച്ചല്ലാടാ നീ മറ്റേ യൂട്യൂബ്സിന്ന്. എന്തൊരു പറയണ ചന്ദ്രു. എടാ ഇത് മാക്സ് എത്ര ടൈം കൊടുക്കടാ മാർക്ക്? 11:30 വരാന്ന് പറഞ്ഞ 11:30. ഇപ്പം 11 മണി വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഹോസ്റ്റേജ് വിളിച്ചു. അപ്പൊ നമ്മുടെ ടൈം കുറെ പോയി ബ്രോ. അതാണ് മീറ്റിംഗ് വിളിച്ച് നിങ്ങൾ മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ 15 മിനിറ്റ് വാറ് വിളിക്കാൻ. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അരമണിക്കൂർ നിങ്ങൾ അറിയിക്കത്തില്ല. കാരണം നിങ്ങളെ എത്ര ഡീലാക്കി? ഞങ്ങളല്ല ഡീലാക്കിയത്. അങ്ങനത്തെ സംഭവം ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്ര ഞാൻ പറഞ്ഞ ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞങ്ങൾ ഓസ്ട്രേലിയ വിട്ട് കഴിഞ്ഞു. നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾ വാറ് വിളിക്കുന്നത്. നിങ്ങൾ വിളിച്ചില്ല. നിങ്ങളിപ്പോ വാറ് വിളിച്ചപ്പോൾ നമ്മൾ ഒരു മെമ്പർ സിറ്റിയിലുള്ളായിരുന്നു. ആ മെമ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു വാറ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ മര്യാദ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത്. നിങ്ങൾ നമുക്ക് ടൈം തരണം, നമ്മളെ പ്ലേസ് തരാം. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ് വാറ് വിളിച്ചില്ല. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാറ് വിളിച്ചു. ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല. അതറിയാം ബ്രോയ്ക്ക്. ഞങ്ങൾക്ക് അല്ല സരകണ റെഡി. മീറ്റിംഗ് വിളിക്കാനുള്ളത് 15 മിനിറ്റാ ബ്രോ. മീറ്റിംഗ് വിളിക്കാനുള്ളത് 15 വീഡിയോയിൽ ആരുമില്ല. എല്ലാരും കണ്ടോണ്ടിരിക്കും കേട്ടാ. ഹലോ ലൈവ് ആണെന്നൊക്കെ റേഡിയോ. ആ സർക്കണ്ണെതിരില്ല. എടാ ഒരു കാര്യം ചെയ്യടാ. എല്ലാവർക്കും 11:30 അടിക്കാൻ റെഡിയാണോ? ഓക്കെ 11:30 അല്ലേ? അതായത് 11:15 ഞങ്ങള് വാർ വിളിച്ച് 11:30 വാർ സ്റ്റാർട്ട് അങ്ങനല്ലേ? 11:30 നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ
ഓക്കെ ഓക്കെ ഓ ശരി 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 ഓക്കെ വിടുവിട്. സ്ലോട്ടുണ്ടോ പക്കരയുന്നേ സ്ലോട്ടുണ്ടോ സ്ലോട്ടുണ്ടോ സുരിമാരെ സ്ലോട്ട് ഉണ്ടോടാ എടാ, വിടടാ, കണ്ണാ. ഓ ചന്ദ്ര വിട്ടിട്ട് വണ്ടി വിടടാ ആരെങ്കിലും. എടാ കണ്ണാ, ഓ ചന്ദ്ര നിൽക്കുന്നവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്ക്. അത് വിടാത്. വിട്ടു ചന്ദ്ര വിട്ടു അവന്റെ കൊണ കേട്ടായിരുന്നു എന്തൊരു തുടക്കം വന്നപ്പോ ഉള്ളേ ഞാൻ വിളിച്ച ഞാൻ പറഞ്ഞ കൊണക്കണവനെ കൊണക്ക്, അല്ലാതെ ബാക്കിയുള്ള പറയണ്ട നമ്മള് മറ്റത് ഇതൊക്കെ ചുമ്മാ ഓക്കേ, ബാഡ് ഓക്കേ, മാച്ച് ഇരിക്കാൻ താല്പര്യം പറഞ്ഞു എന്തേലൊക്കെ. ചന്ദ്ര ഞാൻ ഒരു അരമണിക്കൂർ ടി ഡി എം കാണും ജസ്റ്റ് 2 വീഡിയോ